ഹലോ ആർമീസ്, നമ്മളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്നതാണ്. കുറച്ച് ആർമീസെങ്കിലും അറിയായിരിക്കും. നമ്മൾ റെഗുലർ ആയിട്ടൊക്കെ വീഡിയോ ഇടാറുള്ളതാണ്. കുറച്ച് എക്സാമിന്റെ ഇടയിലായി പോയോണ്ടാണ് കേട്ടോ കുറെ നാളായിട്ട് വീഡിയോ ഇടാത്തത്. അപ്പൊ ആർമീസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ BTSന്റെ ഡിസ്ചാർജിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ റിയൂണിയനെ കുറിച്ചാണ്. ആർമീസ്, നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ BTS മെമ്പേഴ്സിന്റെ മിലിറ്ററിയിൽ എൻലിസ്റ്റഡ് ആയ ഡേറ്റും അതുപോലെ തന്നെ അവർ എന്നായിരിക്കും ഡിസ്ചാർജ് ആകാൻ ചാൻസ് ഉള്ളതെന്നുള്ള എക്സ്പെക്ടഡ് ഡിസ്ചാർജ് ഡേറ്റും നോക്കാം. എന്തായാലും ആർമീസ്, നമുക്ക് ജിന്നിന്റെ ജേക്കബിന്റെയും കാര്യം അറിയാവുന്നതാണ്. എന്നാലും അവരുടെ കാര്യം കൂടെ പറയാം. ജിന്ന് എൻലിസ്റ്റ് ആയത് ഡിസംബർ 13, 2022 ഡിസ്ചാർജ് ആയത് ജൂൺ 12, 2024. ജേഹോപ്പ് ആണെങ്കിൽ എൻലിസ്റ്റ് ആയത് ഏപ്രിൽ 18, 2023 ഡിസ്ചാർജ് ആയത് ഒക്ടോബർ 17, 2024 എന്റെ ബർത്ത്ഡേ അന്നാണ്. ഇനി നമുക്ക് ഇപ്പം മിലിറ്ററിയിലുള്ള ഡിസ്ചാർജ് ആകാൻ പോകുന്ന ബാക്കി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഷുഗി ആണെങ്കിൽ എൻലിസ്റ്റ് ആയത് സെപ്റ്റംബർ 22, 2023. എക്സ്പെക്ടഡ് ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 21, 2025. അടുത്തത് RM-ഉം B-യും നോക്കുകയാണെങ്കിൽ അവർ എൻലിസ്റ്റ് ആയത് സെയിം ഡേറ്റിലാണ്, ഡിസംബർ 11, 2023. സോ അവർ ഡിസ്ചാർജ് ആകുന്ന എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10, 2025. രണ്ടുപേരും ആ ഒരു ഡേറ്റിലാണ് ഇറങ്ങാൻ ചാൻസ് ഉള്ളത്. അടുത്തത് ജിമ്മിനും ജംഗുക്കുമാണ്. അവരും ഒരുമിച്ചാണ് എൻലിസ്റ്റ് ആയത്, ഡിസംബർ 12, 2023. അപ്പോൾ അവർ ഇറങ്ങാൻ ചാൻസ് ഉള്ള എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 11, 2025. BTS റിയൂണിയന്റെ ഒഫീഷ്യൽ ഡേറ്റ് ഷെഡ്യൂൾസ് ഒന്നും ഇതുവരെ ഹൈപ്പ് പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും 2025 ഉണ്ടാകുമെന്ന പ്രതീക്ഷ റിയൂണിയൻ 2022 മാത്രമേ കാണൂ എന്ന് ന്യൂസ് വന്നിരുന്നു. അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ബട്ട് എല്ലാവരും അവരെ ഒരുമിച്ച് കാണാനും അവരുടെ മ്യൂസിക്കിന് വേണ്ടിയും വെയിറ്റിംഗ് ആണല്ലോ. എന്നാൽ വളരെ ചിലരൊക്കെ BTSന് ഡിസ്ബാൻഡ് ആകുമോ എന്ന് കരുതുമ്പോൾ BTS റിയൂണിയനെ കുറിച്ച് BTS തന്നെ ഓൾറെഡി ഹിന്റ് തന്നിട്ടുണ്ട്. ഹോബി റിസർച്ച് വിവേഴ്സ് മാഗസിൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. BTS എന്ന നിലയിൽ ഞങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും മിലിറ്ററി എൻലിസ്റ്റ്മെന്റ് കഴിഞ്ഞ് ഒരു ഗ്രൂപ്പായി വീണ്ടും ഒന്നിക്കുമ്പോൾ അത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എല്ലാവരും ഞങ്ങളെ തന്നെ വീക്ഷിക്കും. അതിനാൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് പെർഫോം ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ എന്നാണ് ഹോബി പറഞ്ഞത്. ജിമിൻ പറഞ്ഞത്, ഞാനും ജംഗുക്കും മിലിറ്ററിയിൽ സെയിം ആർമി യൂണിറ്റിലാണ്. ഞങ്ങൾ റിയൂണിയനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാം എന്നൊക്കെ സംസാരിക്കാറുണ്ട് എന്നും പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങൾ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ നൽകും, പഴയ പോലെ തന്നെ തിരിച്ചു വരും എന്നും ജിമിൻ പറഞ്ഞിരുന്നു. ജംഗുക്കും ഇതേ കാര്യം തന്നെ ഈ കഴിഞ്ഞ ദിവസം വന്ന ലൈവിലും പറഞ്ഞിരുന്നു. RM ഇതിനെ കുറിച്ച് സംസാരിച്ചത്, സോളോ ആൽബംസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഞാൻ ഒരിക്കലും BTSനെ കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടില്ല. റീയൂണേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി എക്സൈറ്റഡ് ആണെന്നും BTS ലീഡറായ RM പറഞ്ഞിരുന്നു. സോ ഹേറ്റേഴ്സ് കരുതുന്ന പോലെ ഡിസ്ബാൻഡിന് വേണ്ടിയല്ല, BTS മെമ്പേഴ്സ് എല്ലാം റീയൂണിയന് വേണ്ടി എക്സൈറ്റഡ് ആണ്, ആർമീസിനെ പോലെ തന്നെ. അൺനോൺസ് ടു ഗ്ലോബൽ കൾച്ചറൽ ഐക്കോണിലോട്ടുള്ള ഇവരുടെ യാത്ര നിസ്സാരമായിരുന്നില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ആർമീസ്.